നല്ല സ്ലൈസായി കിട്ടിയത്. ആയി സുഹൃത്തുക്കളെ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചേമ്പിൻ്റെ ഒരു ചിപ്സ് ഉണ്ടാക്കി വെക്കാം നമുക്ക്. ചേമ്പ് ചിപ്സ്. ഓക്കെ, ചുമ്മാ ലീവുള്ള ദിവസം ഒരു നേരം പോക്ക്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. നോക്കാം നമുക്ക്. എല്ലാവരും കമൻറ്റൊക്കെ അറിയിക്കും. ഓക്കെ, ഇവിടെ പിന്നെ പന്നി ശല്യമൊക്കെ കുറവായതുകൊണ്ടേ എന്താണെന്നറിയില്ല, ചേമ്പും പൂളയൊന്നും പന്നി കുത്തുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഏതായാലും ചേമ്പ് കളക്കുമ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയെന്ന് മാത്രം. സപ്പോർട്ട് ചെയ്യട്ടോ. ഇത് ചേമ്പും ചേനയൊക്കെ നടുന്ന സമയം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ചേമ്പിൻ്റെ ഈ വിത്ത് ഇവിടെ തന്നെ നട്ടു കൊടുക്കുക. പിന്നെ അതിന് ടൈം കിട്ടിയില്ലെങ്കിൽ അത് വേസ്റ്റായി പോകും. സുഹൃത്തുക്കളെ, ഈ കുക്കിംഗ് 100% പെർഫെക്റ്റ് ഒന്നല്ല. ഇതിൽ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ ചേമ്പിൽ നിന്ന് ഒരു 3 വലുത് നോക്കി എടുത്തിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യാനുള്ള പരിപാടി പൊരിക്കാൻ. ഇത് കണ്ടില്ലേ, നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും അവിടെ പരിസരം ക്ലീൻ ആക്കാത്തതുകൊണ്ട് കയറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് പോയിട്ടുള്ളത്. കണ്ടോ, പ്ലാസ്റ്റിക് കയറാണ്. അതും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ചേമ്പ് നല്ല കഴുകി വെച്ചാണ്. എന്നാലും ഈ സാധനം എന്താ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈസായി കിട്ടും. സ്ലൈസാക്കി എടുക്കാം. പൂളല്ല, ചേമ്പാട്ടോ. ചേമ്പ് വീഡിയോ ആദ്യം മുതൽ കണ്ടവർക്ക് മനസ്സിലാവും. ഉള്ളിയൊക്കെ അരിയുമ്പോഴേ ഉപയോഗിക്കണ മാതിരി ഈ സാധനത്തിൽ നമ്മൾ കുത്തി വെച്ചാൽ കഴിഞ്ഞാൽ കൈ മുറിയാവില്ല കേട്ടോ. ഇതൊക്കെ അധിക വീടുകളിൽ ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇത് വാങ്ങാത്ത ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. ഇല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. അതിൽ കുറച്ച് മഞ്ഞപ്പൊടിൻ്റെ വെള്ളത്തിലേ നല്ല കഴുകിയെടുക്കണം. അത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. നല്ല കഴുകിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഇത് മസാല വരട്ടി വെക്കണം. അതിലേക്ക് കുറച്ച് ബീഫ് മസാല, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് 4 ചേർത്ത് നല്ലോണം മിക്സാക്കി കുറച്ച് നേരം വെക്കാം. ചേമ്പിൻ്റെ ചെറിയൊരു രുചിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.